Namaskaram. Welcome to Moksha, the ultimate liberation from drugs, an awakened week conducted by the PG Department of Journalism and Mass Communication, Ansar Women's College. വിദ്യാർത്ഥികളെന്നോ യുവാക്കളെന്നോ പ്രായഭേദ വ്യത്യാസമില്ലാതെ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു കുടുംബത്തിനെ മാത്രമല്ല, ഒരു സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ലഹരിയും സമൂഹവും എന്ന പ്രധാന വിഷയത്തെ ആസ്പദമാക്കി ലഹരി ഉപയോഗത്തെ എങ്ങനെ ചെറുത്തു നിർത്താം എന്ന ഗൗരവമേറിയ ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം. മോക്ഷ എന്ന ഈ സംവാദത്തിൽ നമ്മോടൊപ്പം ചേരുന്നു തൃശൂർ വിമുക്തി മിഷൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ്. സർ നമസ്കാരം. നമസ്കാരം. ലഹരി കൂടുതലായി കാണപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുമ്പത്തേക്കാൾ ഏറെ ലഹരി യൂസേജ് ഇപ്പോൾ കൂടിയിട്ടുണ്ടോ? സാറിൻ്റെ അഭിപ്രായം അതിലെന്താണ്? അങ്ങനെ പറയുകയാണെങ്കിൽ കൂടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. അതിനൊരു കാരണം കൂടിയുണ്ട്. ഏത് ഡിസാസ്റ്ററിന് ശേഷവും ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ളത് കോവിഡ് ഡിസാസ്റ്ററാണ്. ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ലോകത്ത് നടന്നിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ആണെങ്കിലും മറ്റ് എല്ലാ ഡിസാസ്റ്ററുകളും നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വൺ ഓഫ് ദ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് അബ്യൂസ് ഇൻക്രീസ് ആവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. പക്ഷെങ്കിൽ പോലും നമ്മൾ മൊത്തത്തിൽ ലോകത്തുണ്ടായിട്ടുള്ള ആ ഒരു കൂടലിനെ നമ്മുടെ ഇന്ത്യനെ ബാധിച്ചിട്ടുണ്ട്, കേരളത്തിനെ ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ലഹരി യൂസേജിനെതിരെ വിമുക്തി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടപ്പാക്കി വരുന്നത്? വിമുക്തി കുറച്ച് കാലങ്ങളായിട്ട് 2016 മുതലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ ഓരോ ഘട്ടമായിട്ടാണ് ഓരോ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു പ്രിവെൻഷൻ ആസ്പെക്റ്റിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റഡി നടത്തുകയാണ് ആദ്യം തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ SPC വിദ്യാർത്ഥികളെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് നടത്തിയതിൽ നമുക്ക് കണ്ടെത്തിയ ചില ഫാക്റ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഇതിൻ്റെ ഒരു 87% ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം അവരുടെ ഒരു 11-12 വയസ്സ് കാലഘട്ടത്തിലാണ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് പിന്നെ അതൊരു വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്ന വലിയൊരു എഫക്ട്സ് ഒന്നും ഉണ്ടാക്കില്ല, അത് അവർ ഒന്ന് താഴ്ന്നു പോകും. പക്ഷെ വീണ്ടും ഇതൊരു പിയർ പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഇതൊന്ന് ബൂസ്റ്റ് ചെയ്ത് വരിക. അപ്പോൾ ആ സമയത്ത് അത് ഏകദേശം ഒരു നമ്മൾ 90% കുട്ടികളിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇത് ഫ്രം എ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു കൂട്ടുകാരിൽ നിന്നായിരിക്കും ഒരു ആദ്യത്തെ സബ്സ്റ്റൻസ് അവന് കിട്ടുന്നത്. അപ്പോൾ അവിടെയാണ് ഒരു പ്രശ്നം നമുക്ക് ഉള്ളത്, അതായത് ഈ ഒരു പിയർ പ്രഷറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പിയർ ലെഡ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവയർനെസ് ക്ലാസ്സസ് മായിട്ട് ബന്ധപ്പെട്ടിട്ട് അതാണ് പ്രിവെൻഷൻ ആസ്പെക്റ്റിൽ. പിന്നെ ഇതിനൊരു ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ദെൻ അതിനൊരു നെക്സ്റ്റ് ലെവൽ ഓഫ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇൻ്റർവെൻഷൻസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലാണ് നമ്മളത് 3 ഘട്ടങ്ങളായിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികളുടെയിലാണ് നമ്മളിത് കാണുന്നതെന്ന് പറഞ്ഞു. കൂടുതലായിട്ടും കാണപ്പെടുന്നത് അവരുടെ സ്കൂൾ കാലഘട്ടം തൊട്ടിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷിതാക്കൾക്ക് വീട്ടിൽ നിന്ന് ഇതിനെന്ത് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും? എങ്ങനെ ഇത് നിരീക്ഷിക്കാൻ പറ്റും? ഒരു കുട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പറയും കുട്ടിയല്ല പ്രശ്നം, കുട്ടിക്കാണ് പ്രശ്നം. ആ കുട്ടിയുടെ പ്രശ്നത്തിനെയാണ് നമ്മൾ മാറ്റേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കുട്ടികളിലെ ഇപ്പോൾ എല്ലാ ആളുകളാണ്, നമ്മളാണെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും വേണ്ടത് മറ്റുള്ളവരിൽ നിന്നൊരു പരിഗണന കിട്ടുക എന്നുള്ളത്, ഒരു അറ്റൻഷൻ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് കുട്ടിയുടെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഒന്ന് ഹെറിഡിറ്ററി ആയിരിക്കും. ഹെറിഡിറ്ററി പാരമ്പര്യമായിട്ട് നമ്മളൊരു കുട്ടിയിലേക്ക് എത്രത്തോളം ഒരാളുടെ സ്വഭാവം അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ മകൻ എത്രത്തോളം ഈ ലഹരി ഉപയോഗിക്കാൻ ചാൻസസ് ഉണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനേക്കാൾ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു സംഗതി. അതായത് ആളുകളിൽ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലിപ്പോൾ ഈ കോളേജിൽ അധികം ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ മറ്റു കുട്ടികളും ഇതുപോലെ തന്നെ അതിലേക്ക് എത്തിപ്പെടാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ കുട്ടിയുടെ ഫാമിലി, കുട്ടിയുടെ കമ്മ്യൂണിറ്റി മീൻസ് ചിലപ്പോൾ അവരുടെ റെസിഡൻസ് അസോസിയേഷൻ ആയിരിക്കും, അവരുടെ കോളനി ആയിരിക്കാം, കോളനി എന്നുള്ളത് ഇപ്പോൾ ഉന്നതി ആയിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള അവിടുത്തെ ലഹരി ഉപയോഗം കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും, കുട്ടി ലഹരി ഉപയോഗം കൂടും. മൂന്നാമത് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം ലേണിംഗ് ഡിസബിലിറ്റിയാണ്. ഇപ്പോൾ പഠന വൈകല്യം എന്ന് പറയുന്നൊരു ഇതുണ്ടായിരിക്കും. അപ്പോൾ പഠന വൈകല്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് IQ എന്ന് പറയുന്നത്, ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, ഹൈ ആയിരിക്കും. അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ തന്നെ നോർമലായിരിക്കും ഉണ്ടാവും. പക്ഷേ
ഈ കുട്ടികൾക്ക് പഠിക്കുക എന്ന് പറയുന്നത്, എഴുതുക, വായിക്കുക, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുക, ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്കൊരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ധാരണ സ്കൂളിലേക്ക് പോകുക എന്ന് പറയുന്നത് ശരിക്കും പഠിക്കാൻ പോകുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ പഠനം നടക്കില്ല, അപ്പോൾ കുട്ടിക്ക് അപ്രീസിയേഷൻ കിട്ടില്ല. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യും? അത് WHO പറയുന്നത് 10% ഓഫ് ആളുകളിൽ ഈ ലേൺ ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. 10% ആളുകളിൽ ലേൺ ഡിസബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ 10% കുട്ടികൾ എന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവരുടെ ഇൻട്രസ്റ്റിനെ നമുക്ക് കണ്ടെത്താൻ പറ്റണം. അവരുടെ ചിലപ്പോൾ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ ഡ്രോയിങ് ചെയ്യുന്ന ആളായിരിക്കും, ചിലപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്കില്ല് കുട്ടിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ പാരൻസിന് ചെയ്യാൻ പറ്റുന്നത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളെ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല, കുട്ടികളെ ഗുണ്ടകളെ വിട്ട് തല്ലിക്കും. ഉണ്ടോ? ഗുണ്ടകളെ വിട്ട് തല്ലിക്കുന്ന നാടാണോ പെരുമ്പിലാവ്? ഇല്ലല്ലോ. അല്ല. പക്ഷേ അത് നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും എൻ്റെ നാട്ടിലാണെങ്കിലും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യം വരുന്നത് അമ്മാവൻ ഗുണ്ടയായിരിക്കും. അതായത് അമ്മാവനെ ഏൽപ്പിക്കുകയാണ്, ഇവൻ പഠിക്കുന്നില്ല, അവൻ വികൃതി കാണിക്കുന്നു. അപ്പോൾ അവിടെ പ്രശ്നം എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിക്ക് സന്തോഷം കിട്ടുന്ന ഒരു വ്യക്തിയായിരുന്നു അമ്മാവൻ, അല്ലെങ്കിൽ അമ്മാവൻ്റെ വീട് ഇത്തരത്തിൽ അവിടെ ബ്ലോക്കായി പെടുകയാണ്. അതേപോലെ തന്നെ അടുത്ത് വരുന്ന ചെറിയച്ഛൻ ഗുണ്ടയാണ്. അപ്പോൾ ഈ ചെറിയച്ഛൻ ആദ്യം തന്നെ അടിക്കുക ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ കുറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഇവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കളിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ കുട്ടി പറയും അമ്മ പറയും എനിക്ക് നീ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ കളിക്കാൻ പോക്കോ. പക്ഷേ കുട്ടിക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു പ്രശ്നം കുട്ടി നേരിടുമ്പോൾ കുട്ടി സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഉള്ള കാര്യം തന്നെയാണ്, കിസ് മീ ഓർ അറ്റ്ലീസ്റ്റ് കിക്ക് മീ, എനിക്കൊരു ഉമ്മ തരൂ അല്ലെങ്കിൽ ചവിട്ടെങ്കിലും തരൂ എന്നുള്ള രീതിയിലേക്ക് കുട്ടിയുടെ മനസ്സ് മാറും. അതായത് എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, അപ്പോൾ എനിക്ക് പോസിറ്റീവായിട്ടൊന്നും കിട്ടുന്നില്ല, അപ്പോൾ എനിക്ക് നെഗറ്റീവ് ആയാലും മതി എന്നുള്ള തരത്തിലേക്ക് മാറുമ്പോൾ കുട്ടി എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡിഫിയൻ ഡിസോർഡർ എന്നാണ് അതിനെ പറയുക സൈക്കോളജിയിൽ. അപ്പോൾ എന്ന് വെച്ചാൽ കുട്ടി പറയുന്നതിനോടെല്ലാം എതിർത്ത് പറയാൻ തുടങ്ങും. അപ്പോൾ അത് ആദ്യം തന്നെ ഉണ്ടാവുക പാരൻസിനോടായിരിക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടീച്ചറോടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ കുട്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത പാരൻസിൽ ഈ പറയുന്ന പ്രോബ്ലം ഉണ്ടാകും. പാരൻറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും വലിയ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടീനെ ഇപ്പോൾ പഠനത്തിനേക്കാൾ ബിഹേവിയർ മോഡിഫിക്കേഷനാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് അമ്മ മനസ്സിലാക്കുമ്പോൾ, അച്ഛൻ മനസ്സിലാക്കുമ്പോൾ ഈ പ്രോബ്ലം മാറി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ പറയുക. അപ്പോൾ മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നത്തെ രക്ഷാകർത്താക്കൾ അധ്യാപകരാണ്. അപ്പോൾ അധ്യാപകർക്ക് കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പസുകൾ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇതിനൊക്കെ ക്യാമ്പസിൽ എന്തൊക്കെ നടപടികൾ അവർക്ക് സ്വീകരിക്കാൻ പറ്റും? ടീച്ചേഴ്സിന് വലിയ റോളുണ്ട്, അതായത് സെക്കൻഡ് പാരൻസ് എന്നാണ് നമ്മൾ പറയുക, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിൽ ഒന്ന് ചെറിയ കുട്ടികളിൽ എങ്ങനെ ചെയ്യണം, വലിയ കുട്ടികളിൽ ഇപ്പോൾ ഒരു UP LP സ്കൂളുകളിൽ നമ്മൾ ഒരിക്കലും ലഹരിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടൊന്നും വലിയ കാര്യങ്ങൾ ഉണ്ടാവില്ല. അത് പോസിറ്റീവിനേക്കാൾ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാവുക. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ക്യൂരിയോസിറ്റിയാണ് അവർക്ക് കൂടുതലുണ്ടാവുക. അപ്പോൾ നമ്മൾ ലഹരിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇതെന്താ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഒരു സ്കൂളിൽ നമ്മൾ ചെന്നപ്പോൾ, LP സ്കൂളിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അപ്പോൾ തൊട്ടടുത്ത കുട്ടി പറഞ്ഞാണ് ഇവൻ ചോക്കുപൊടി സ്ലൈറ്റിലിട്ടിട്ട് മൂക്കുകൊണ്ട് വലിച്ചു. അപ്പോൾ ആ കുട്ടിനോട് നമ്മൾ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലായത്? അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത സ്കൂളിലുള്ള ആ ഭാഗത്ത് ഒരു പാറയുടെ അടുത്ത് വെച്ചിട്ട് ചേട്ടന്മാർ ഇത് ഉപയോഗിക്കുന്നത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇതിലൊരു ക്യൂരിയോസിറ്റിയാണ് കാണുക, അവർക്കൊരു അവയർനെസ്സിൻ്റെ അംശം അതിലേക്ക് പെടില്ല. അവിടെ നമ്മൾ കാണുന്നത് ഈ കുട്ടിയുടെ ഒരു എന്താ പറയുക, നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ഹാബിറ്റ് ഫോം ചെയ്യുക എന്നുള്ളൊരു സംഗതിയാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെയാണ് നമ്മൾ LP UP കുട്ടികളിൽ നമ്മൾ ഈ പറയുന്ന നല്ല ശീലങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ചില ട്രെയിനിങ്ങുകളും മറ്റു കാര്യങ്ങളുമാണ്. അതിൽ ക്യാമ്പുകൾ കൊടുക്കുക, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, നോ എന്ന് പറയാം, അസർട്ടീവ്നെസ് ട്രെയിനിങ് എന്നൊക്കെ നമ്മൾ അതിന് പറയും. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മിഠായിയോ മറ്റോ ഒക്കെ വന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവരെ പല ഗെയിമുകളിലൂടെയും റോൾ പ്ലേകളിലൂടെയൊക്കെ അവരെ ഡെവലപ്പ് ചെയ്യുക. ഇത്തരത്തിലാണ് നമ്മളതിനെ ചെയ്യുക. പിന്നെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ആ ലെവലിലേക്ക് നമ്മൾ മാറുമ്പോൾ ഇതിനെ കുറച്ചുകൂടെ ഒരു ഗ്രൂപ്പ് ലെവൽ ആക്ടിവിറ്റീസാണ് നമ്മൾ കൂടുതലായിട്ടുണ്ടാവുക. അവിടെ നമ്മൾ പക്ക അവയർനെസ് ആണ് കൊടുക്കുക, ഇതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒപ്പം തന്നെ അസർട്ടീവ്നെസ് ട്രെയിനിങ് നമ്മൾ കൊടുക്കാറുണ്ട്. ദെൻ നമ്മൾ ചെയ്യുന്നത്
പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഈ കുട്ടികളെ ലഹരിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. കാരണം നോ ഡിസാസ്റ്റർ തിയറി എന്ന് പറയും. അതിലൊരു നോ ഡിസാസ്റ്റർ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസാസ്റ്റർ ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതേ സെയിം സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുട്ടികളെ ലഹരി ഉപയോഗിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവർ ലഹരിക്കെതിരെ അവരെ കൊണ്ട് പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില സ്ട്രീറ്റ് പ്ലേകളായിരിക്കും, തെരുവ് നാടകങ്ങളായിരിക്കും, മറ്റ് പ്രവർത്തനങ്ങൾ എന്താ, ഇപ്പോൾ റാലീസ് ആയിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും നിങ്ങൾ അതെ അത് ഓൾറെഡി ഉണ്ട്, ക്ലബ്ബ് ഓൾറെഡി ഉണ്ട്. റാലികളൊക്കെ നടത്തുമ്പോൾ ഏതെങ്കിലും ഒരാൾ നന്നായതായിട്ട് നിങ്ങൾക്ക് അറിയൂ? ഇല്ലല്ലോ, ആരും നന്നായതായിട്ട് നമുക്കറിയില്ല. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ റാലി വിളിക്കുന്ന ആളുകൾക്ക് ചേഞ്ച് ഉണ്ടാവുക എന്നുള്ളതാണ്. റാലി വിളിക്കുന്ന ആളുകൾ അവരുടെ ഉള്ളിൽ എന്തുണ്ടാവും, ഞാൻ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജികളാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ ഗ്രൂപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഗ്രൂപ്പിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ക്ലബ്ബ് എല്ലാ ഇതിലുകളും ഉണ്ട്. വിമുക്തി ക്ലബ്ബ് എന്നുള്ള പേരിലാണ് നടക്കുന്നത്. കോളേജ് തലത്തിൽ ഇതിൻ്റെ പേര് നേർക്കൂട്ടം ക്ലബ്ബ് എന്നുള്ളതാണ്. നേർക്കൂട്ടം കമ്മിറ്റി, അത് NSS ഒക്കെ ആയിട്ട് NSS NCC ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കോളേജിലുണ്ട് നേർക്കൂട്ടം ക്ലബ്ബ്. അപ്പോൾ ആ ക്ലബിന് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി തന്നെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇവരെ കൊണ്ട് മറ്റുള്ള കോളേജിലും പുറത്ത് കമ്മ്യൂണിറ്റിയിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം ശ്രദ്ധ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മിറ്റി കൂടി രൂപീകരിച്ചിട്ടുണ്ട്. ഹോസ്റ്റലുകളിൽ ഇത് ലഹരി ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയിൽ അവിടുത്തെ പ്രിൻസിപ്പൽ ഉണ്ടായിരിക്കും, വാർഡൻ ഉണ്ടായിരിക്കും, കുട്ടികളുടെ ഓരോ വർഷത്തെയും റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും. ഒപ്പം അടുത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരിക്കും, വാർഡ് മെമ്പർ ഉണ്ടായിരിക്കും, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആളുകളുണ്ടായിരിക്കും, PTA അംഗങ്ങളുണ്ടായിരിക്കും. ഇത്തരത്തിൽ ഈ ഓരോ കുട്ടീനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്ത്, ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന റൂമിലെ കുട്ടി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആ വിഷയം അവിടെ ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പോകുന്ന കുട്ടികൾ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്, പെരുമ്പിലാവിലെ ഇന്ന സ്ഥലത്ത് വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ചിട്ട് അവിടെ പറ്റുമെങ്കിൽ ഇതിൻ്റെ ജാഗ്രതാ സമിതി മീറ്റിങ്ങുകളിലേക്ക് പോലീസിനെയും എക്സൈസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ ഉള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ വിഷയങ്ങളും ഓരോ ഘട്ടങ്ങളും, ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റികളൊക്കെ ഇത്തരത്തിൽ മോണിറ്റർ ചെയ്യപ്പെടും. കാരണം ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയായി. അപ്പോൾ അടുത്ത 2 മാസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു കാലാവധി പറയുന്നത്. അപ്പോൾ അടുത്ത 2 മാസം കഴിയുമ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാം, നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങൾ ഈ 2 മാസം കെട്ടിയിട്ട് നിങ്ങൾക്ക് എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റി ഏതാണ് അതിൻ്റെ ഒരു രീതി എന്നുള്ളത്. ഇത് ശരിക്കും സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ബോഡിയാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ വന്നിട്ടുള്ള, മുഖ്യമന്ത്രിയുടെ ഉത്തരവിൽ വന്നിട്ടുള്ള ഒരു ബോഡിയാണത്. ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി.